നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി തിരുവാതിര നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. 1202 തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായ ഒരു വർഷമാണ്. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം. കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഈ വർഷം ഇവർക്ക് പല രീതിയിലും മനസ്സിന് ഏറെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മപരമായി പറയുകയാണെങ്കിൽ കർമ്മപുഷ്ടി ഉണ്ടാകുന്നതും തൊഴിലിൽ നേട്ടമുണ്ടാകുന്നതുമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് വർഷം പകുതിക്ക് ശേഷം ഗുണകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ബിസിനസ് പരമായിട്ടും നേട്ടമുണ്ടാകുന്ന വർഷമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏറെ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. മാത്രമല്ല, ഇവർക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനും അതുവഴി ബിസിനസ് നേട്ടമുണ്ടാകുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും അതുവഴി ലാഭവും നേട്ടവും ഒക്കെ ഉണ്ടാകുവാനും വരുമാനം വർദ്ധിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ധനപരമായി നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാലമാണ്. ചിലവ് അല്പം വർദ്ധിക്കുമെങ്കിലും ധനവരവ് കൂടുന്നതിനാൽ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. വായ്പയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വായ്പ നേടുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാവുന്നതാണ്. ഭാഗ്യം തെളിഞ്ഞു വരുന്ന വർഷം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ കോഴ്സ് കണ്ടെത്തുവാനും പുതിയ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനും ഉന്നത വിജയം നേടുവാനും മത്സര പരീക്ഷയിൽ വിജയം നേടുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ആരോഗ്യം അത്ര ഗുണകരമായിരിക്കുകയില്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തക്ക സമയത്ത് ചികിത്സിക്കേണ്ടത് ഉണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം പകുതിക്ക് ശേഷം ആരോഗ്യകരമായി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ദീർഘകാലമായി വീട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ അവസരം വന്നു ചേരുന്നതാണ്. ക്രയവിക്രയ നേട്ടം ഉണ്ടാവുന്നതാണ്. കായിക രംഗത്ത് ഉള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും കീർത്തിയും പദവിയും ഒക്കെ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രാ വിഘ്നം ഉണ്ടാകുവാനും സാധ്യതയുള്ള സമയം കൂടിയാണ്. വിചാരിച്ച രീതിയിൽ യാത്ര കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു എന്ന് വരില്ല. സുഹൃത്ത് നേട്ടമുണ്ടാവുന്നതുണ്ട്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴി പുതിയ കൂട്ടുകെട്ട് ഉണ്ടാകുവാനും അതുവഴി പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കൾ തമ്മിൽ കലഹമില്ലാതെ നോക്കേണ്ടതുണ്ട്. എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ കുറയ്ക്കേണ്ട സമയം കൂടിയാണ്. ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അകൽച്ചയുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും കുടുംബത്തിൽ രമ്യത ഉണ്ടാകുന്നതും പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ആയിരിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായ സാഹചര്യം വന്നു ചേരുകയും വിവാഹം നടന്നു കിട്ടുവാനും സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രയോഗിക്കേണ്ടതും ആണ്.
ഈ വർഷം കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും അപ്രതീക്ഷിതമായി ചില മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ ലഭിക്കുന്നതിനുമായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണകരമായിരിക്കും.